ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ രുചികരമായിട്ടുള്ള ചെമ്പല്ലിയാണ് ഇന്ന് നമ്മുടെ അടുക്കളയിൽ എത്തിയിരിക്കുന്നത്. അയലയെയും മത്തിയെയും പോലെ തന്നെ ചെമ്പല്ലിയിലും വളരെയധികം ഒമേഗ 3 ഫാറ്റി ആസിഡും പ്രോട്ടീനും വൈറ്റമിൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ചെമ്പല്ലി പതിവായി കഴിക്കുന്നത് ഹൃദ്രോഗ സാധ്യത കുറയ്ക്കുമെന്നൊരു പഠനം തെളിയിച്ചു. അതായത് ഹൃദയധമനികളിൽ അടിഞ്ഞുകൂടുന്ന പ്ലേക്ക്, അതുണ്ടാക്കുന്ന അതിറോക്ലിറോസിസ് എന്ന അസുഖം വരാനുള്ള സാധ്യത കുറയ്ക്കാൻ കഴിയുമെന്നാണ് ഈ പഠനത്തിലൂടെ പറയുന്നത്. അതുപോലെ ചെമ്പല്ലിയിൽ അടങ്ങിയിരിക്കുന്ന ഒമേഗ 3 ഫാറ്റി ആസിഡ് ഇൻഫ്ലമേഷനെ പ്രതിരോധിച്ച് രോഗസാധ്യതയും കുറയ്ക്കുന്നു. ഹൃദ്രോഗത്തെ മാത്രമല്ല, സന്ധികളുടെയും തലച്ചോറിൻ്റെയും ആരോഗ്യം മെച്ചപ്പെടുത്താനും ഈ ചെമ്പല്ലിയിൽ അടങ്ങിയിരിക്കുന്ന ഒമേഗ 3 ഫാറ്റി ആസിഡ് സഹായിക്കുന്നു. അപ്പോൾ ചെമ്പല്ലി ആരാണെന്ന് മനസ്സിലായല്ലോ. നന്നായിട്ടിവിടെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇതിനരയ്ക്കാനായിട്ട് ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. 2 ടീസ്പൂണ് മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, 2-3 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്. ഇതൊന്ന് അരച്ചെടുക്കാം. തരിതരിപ്പായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലൊരല്പം കറിവേപ്പിലയും കൂടി ചേർത്തൊന്ന് കറക്കിയെടുക്കാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആര്യയ്ക്ക് ചെമ്പല്ലി മീൻ ഇഷ്ടമാണ്. അധികം മുള്ളില്ല, നമുക്ക് എടുത്തു കൊടുക്കാനും നല്ല എളുപ്പമാണ്. ഇപ്പോൾ രാത്രി 8 മണി കഴിഞ്ഞു. കഴിക്കാൻ എന്ത് വേണമെന്ന് ചോദിച്ചപ്പോൾ ഫിഷ് വേണമെന്ന് പറഞ്ഞു. ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് തണുപ്പൊക്കെ മാറ്റിയിരുന്ന് കളിക്കാനൊക്കെ കൊടുത്തു. മീനിൻ്റെ അരപ്പിൽ ആവശ്യത്തിനുള്ള പുളി ചേർക്കാം. കുടംപുളിയാണിത്. 3-4 കഷ്ണം ചേർത്തിട്ടുണ്ട്. ഇത് 1/2 കിലോ മീനാണ്. 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. തിളപ്പിച്ചിട്ട് നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇടാം. 2 പച്ചമുളക് കൂടി ചേർക്കാം. ഇത് പൊതുവേ എരിവ് കുറവാണ്. 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തത്. 1 ടീസ്പൂൺ ചില്ലി പൗഡർ കൂടി ചേർത്താൽ കറക്റ്റ് എരിവായിരിക്കും. അരപ്പ് നന്നായി തിളച്ച ശേഷം മീൻ ചേർക്കാം. ഈ മീനിന് അധിക നേരം വേവിക്കേണ്ട, 5 മിനിറ്റൊക്കെ ധാരാളം മതിയാകും. ഈ മീനിനോടൊപ്പം മാങ്ങയൊക്കെ ചേർത്താൽ നല്ല ടേസ്റ്റാണ്. അതുപോലെ ഇത് നന്നായിട്ട് വറ്റിച്ചെടുത്തിട്ട് കപ്പയോടൊപ്പം കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. സ്പൂണ് കൊണ്ട് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിക്കാം. 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് അടപ്പ് തുറന്ന് നോക്കി അതൊന്ന് ചുറ്റി വെച്ച് കൊടുക്കണം. വളരെ സോഫ്റ്റായിട്ടുള്ള മീനായതുകൊണ്ട് സ്പൂണ് കൊണ്ട് തൊട്ടാൽ മീൻ പൊടിഞ്ഞു പോകും. അല്പം കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. 2-3 മിനിറ്റ് കൊണ്ട് മീൻ റെഡിയാകും. ഈ ചെമ്പല്ലി മീനിൻ്റെ അതേ ടേസ്റ്റാണ് കോര എന്ന് പറയുന്ന മീൻ, അതുപോലെ സാൽമണും. മീനിപ്പോൾ ആവശ്യത്തിന് വറ്റിയിട്ടുണ്ട്. ഒരല്പം വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. 4-5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചാൽ വെളിച്ചെണ്ണയുടെയൊക്കെ നല്ലൊരു ഫ്ലേവർ മീനിലേക്ക് കിട്ടും. അപ്പോൾ ഇനി ഒട്ടും തന്നെ സമയം കളയുന്നില്ല. ആര്യയ്ക്ക് വേണ്ടി ഒരു പൊറാട്ട ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അവനിത് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മദേഴ്സ് കുക്കിംഗ് ലാബ്.